ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സിറിഞ്ചും അതുപോലെ ടിയുടെ ഒരു മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്നല്ലേ ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മുടെ സിറിഞ്ച് പൊട്ടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ടോപ്പിൽ നിന്നും സൂചിയും ഊരിയെടുത്ത് നേരെ സിറിഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് കുത്തി വെച്ചു. ജസ്റ്റ് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വലിച്ച് ഇതുപോലെ സിറിഞ്ച് ഒന്ന് തള്ളി വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മുടെ സൂചിയുടെ ടോപ്പ് എടുത്ത് അടച്ച് ടേബിളിൽ വെച്ചു. ഇനി നമ്മൾ ടിയുടെ മരുന്ന് നമ്മൾ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുത്ത് ആ അടുപ്പിലുള്ളതൊക്കെ മരുന്ന് നേരെ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കുലുക്കി ഇറക്കിയതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സിറിഞ്ചും കൊണ്ട് ആ മരുന്ന് എല്ലാം നമ്മുടെ സിറിഞ്ചിലേക്ക് നമ്മൾ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്നല്ലേ, നമ്മുടെ സുന്ദരിക്ക് 4 മാസം ചനിയായിട്ടോ. ഞാൻ എൻ്റെ വീഡിയോ എല്ലാം ചെയ്തതായിരുന്നു. അപ്പോൾ ഈ 4 മാസം കഴിയുമ്പോൾ തന്നെ ഒരു ടിയുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആടുകൾക്ക് വളരെയധികം നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഗർഭാവസ്ഥയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അത് പ്രസവ സമയത്ത് വല്ല മുറിവോ കാര്യങ്ങളോ, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് സെപ്റ്റിക് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മരക്കുതിരാവുക അങ്ങനെയൊക്കെ പറയും കേട്ടോ. ചിലപ്പോൾ മരം പോലെ കുഞ്ഞുങ്ങൾക്കൊരു വഴക്കമില്ലാത്ത രീതിയിൽ ആയി വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഈ ടി എടുക്കൽ. അപ്പോൾ അതേ പപ്പ സുന്ദരിനെ ജസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഞാൻ അവളുടെ കാലിലെ മസിലിന് മെല്ലെ ജസ്റ്റ് ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്യണേ കേട്ടോ. അങ്ങനെ അവൾക്ക് ഇഞ്ചക്ഷൻ ചെയ്തു. വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും അവൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നിന്ന് തന്നു. നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നെല്ലാം ഉള്ളിലേക്ക് വളരെ സ്പീഡിൽ കയറ്റത് ഒരു സാവകാശം ടൈമിൽ വെച്ച് കയറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് തൂത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണോ ചെയ്യുന്നത്. അപ്പോൾ ഇതെടുക്കുന്ന എല്ലാ ആടുകളും ഗർഭാവസ്ഥ, അതായത് പ്രസവിക്കാൻ ഒരു 4 മാസം കഴിയുമ്പോൾ തന്നെ ഈ ടി മരുന്ന് പറഞ്ഞാൽ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ തള്ളയാടിനും കുഞ്ഞുങ്ങൾക്കും നമ്മളെല്ലാ ആടുകൾക്കും ഇതുപോലെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് 4-ാം മാസത്തിലുള്ള ആ ടിയും എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പ്ലാവിലെയും കാര്യങ്ങളൊക്കെ ഉണക്കപ്ലാവിലാണ് കേട്ടോ ഒന്ന് കെട്ടി കൊടുത്തതാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ ശൃംഗാരി കഴിക്കുന്നുണ്ട്. ശൃംഗാരിനെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അവൾ ക്രോസ് ചെയ്തെന്ന് 16-ാമത്തെ ദിവസമായിട്ടോ. ഏകദേശം ഒരു 18 ദിവസം അല്ലെങ്കിൽ 22 ദിവസത്തിനുള്ളിൽ അവൾക്ക് ചെന പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.